ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അബീസ് ബസലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതും ഒരു സോപ്പ് ബേസ് ഉണ്ടാക്കണത് തന്നെയാണ്. ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസ്, ഗ്ലിസറിൻ സോപ്പ് ബേസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തേക്കണത്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മെൽറ്റായി വരണ വരെ നമ്മൾ അത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം മേക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് ലഭിക്കാൻ ഓൾ ബട്ടൺ അമർത്തു. എന്നെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് മെൽറ്റായി വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇതെല്ലാം മെൽറ്റായി വന്നു. ഇനി നമ്മളതിലേക്ക് പഞ്ചസാര ലായനി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ലായനി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ക്രിസ്റ്റൽ ക്ലിയറായി കണ്ടാവും. ഇതാണ് ശരിയായ സോപ്പ് ബേസ്. ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്യാതെ നേരെ എടുത്തിട്ട് ഒരു ട്രെയിൽ ഒഴിച്ചാൽ സോപ്പ് ബേസായി. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം. ഇതാണ് സോപ്പ് ബേസ്, നാച്ചുറൽ സോപ്പ് ബേസ്. അതായത് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള നാച്ചുറൽ സോപ്പ് ബേസ്. വെളിച്ചെണ്ണയോ കാസ്റ്റർ ഓയിലോ പാം ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് സെപ്പോളിഫിക്കേഷൻ നടക്കണമെങ്കിൽ ഏറ്റവും നല്ലത്, അതായത് നമ്മുടെ സോപ്പ് നല്ല മറ്റുള്ള ഓയിലിലൊന്നും ഇല്ല എന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ സെപ്പോളിഫിക്കേഷൻ നടക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ തേയ്മാനം കൂടും എന്നുള്ള പരാതി ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല സോപ്പ് വെളിച്ചെണ്ണ സോപ്പാണ്. തേയ്മാനം കൂടാൻ പലവിധ കാരണമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ലൈ സൊല്യൂഷനാണ്. ലൈ സൊല്യൂഷൻ മുഴുവൻ ഒഴിച്ച് കാണിച്ചു തരാണ്. വേറൊരു വീഡിയോയിൽ കുറേശ്ശെ ആഡ് ചെയ്തിട്ടാണ് കാണിച്ചത്. പക്ഷേ ഇതിൽ ഞാൻ മുഴുവൻ ആഡ് ചെയ്ത് കാണിച്ചു തരുന്നത് എന്താണെങ്കിൽ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാവും. കാരണം ഇത് സോപ്പ് കേടുവന്നു, ചീത്തയായിപ്പോയി, കട്ട കുത്തിപ്പോയി എന്നൊക്കെ. അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് വീഡിയോയിൽ രണ്ട് തരത്തിൽ കാണിച്ചത്. ഒന്ന് ഹീറ്റ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി, സോപ്പൊന്നും കേടുവരില്ല, ചീത്തയാവില്ല, ഒന്നും ആവില്ല. പതിയെ അതൊന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വെപ്രാളടിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാനൊന്നും നിൽക്കരുത്. പതിയെ മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പതിയെ അത് ലയിച്ച് ചേർന്നോളും. അപ്പോൾ അതുവരെ ഒന്നിങ്ങനെ പതിയെ ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുത്താൽ, കാരണം സോപ്പാവണമെങ്കിൽ കാസ്റ്റിക് സോഡ വേണമല്ലോ. അപ്പോൾ കാസ്റ്റിക് സോഡ ഉണ്ടെങ്കിൽ മാത്രമേ സോപ്പ് ഉറയ്ക്കുകയുള്ളൂ. അപ്പോൾ ഞാനതിൽ ഇത്തിരി ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കഷായ സോപ്പാണ്. നാൽപ്പാമരാതി, രക്തചന്ദനം ഒക്കെ ഉള്ള ഒരു കഷായ സോപ്പാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് സ്വല്പം ജ്യൂസ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ തീരെ കളറില്ലേ, കണ്ടില്ലേ. അപ്പോൾ ഇതെനിക്കൊരു ഓർഡറുള്ള സോപ്പാണ്. ഒരു ഡോക്ടർ അവരെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എൻ്റെ നിന്ന് കഴിഞ്ഞൊരു വർഷമായിട്ട് വാങ്ങിയിട്ട് അവരെ കസ്റ്റമർക്ക് കൊടുക്കുന്ന സോപ്പാണിത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സ്കിന്നിൽ നമുക്ക് എന്താണ് ആവശ്യം, കസ്റ്റമൈസ്ഡ് ആവാൻ നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മൾ നന്നായി പഠിക്കണം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണം. കുറേ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഇത്തരം ഓർഡറുകൾ വരും. കാരണം സ്കിൻ ഡിസീസിന് വേണ്ടിയിട്ട് എന്തെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഗ്ലിസറിൻ പറ്റില്ല, ചില ആൾക്കാർക്ക് തുളസി പറ്റില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ. അല്ലാതെ എല്ലാതും കുത്തിച്ചാറ് പിഴിഞ്ഞ് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പലർക്കും പലതും അലർജി ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും വരും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി കഷായം ആഡ് ചെയ്യാൻ പോവാണ്. കാരണം കഷായം കുറച്ച് ആഡ് ചെയ്ത് നോക്കി നോക്കുമ്പോൾ തീരെ അതിൽ കളറില്ല. കാരണം കളറും കൂടി ആഡ് ചെയ്തിട്ടുള്ള കഷായ സോപ്പാണ്. അപ്പോൾ എപ്പോൾ കൊടുക്കുമ്പോഴും നമ്മൾ ഒരേപോലെ തന്നെ കൊടുക്കാനും ശ്രമിക്കണം. ഒരു സമയത്ത് ഒരു തരം, വേറെ സമയത്ത് വേറെ തരം കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ സോപ്പ് ഉണ്ടാക്കുമ്പോഴും അതിൽ നിന്നും ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മളൊരു റെഫറൻസിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക എപ്പോഴും. അപ്പോൾ നമുക്ക് ഓരോ വേരിയേഷൻ അറിയാൻ കഴിയും, എന്തൊക്കെയാണ് മുന്നുണ്ടാക്കിയത്, എന്തൊക്കെ അതിൽ വ്യത്യാസം വരുത്തണമെന്ന്. അപ്പോൾ കുറച്ചും കൂടി ഒരു 50 ഗ്രാം കൂടിയും കഷായം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ സ്റ്റവ് ഓഫാക്കാണ്ടാണ് ഞാനത് അതിലാക്കി ആഡ് ചെയ്തേക്കുന്നത്.
അത് ഇതേപോലെ ഒന്ന് ഒരുപാട് കൊണ്ടുപോയി ഒഴിക്കരുത് കഷായം. കാരണം ട്രാൻസ്പെറൻറ്റ് സോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഗ്ലിസറിൻ സോപ്പ് എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടാവുക ട്രാൻസ്പെറൻറ്റ് സോപ്പാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഗ്ലിസറിൻ സോപ്പാണോ എന്ന് ചോദിച്ച ഉടനടി മനസ്സിൽ നമുക്ക് ഓടി വരിക ട്രാൻസ്പെറൻറ്റ് സോപ്പാണ്. കോൾഡ് പ്രോസസ്സിങ്ങിലും ഗ്ലിസറിൻ വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഹോട്ട് പ്രോസസ്സിങ്ങിൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ട്രാൻസ്പെറൻസി പോവാതെ വേണം എന്ത് ആഡ് ചെയ്യണമെങ്കിലും ട്രാൻസ്പെറൻസി നഷ്ടപ്പെടരുത്. അപ്പോൾ 50 ml കഷായം കൂടി ഒഴിച്ചു പതിയെ അതൊന്ന് ഇതിലേക്കൊന്ന് ലയിച്ച് ചേരാൻ എല്ലാ ഭാഗവും ഒന്ന്, കാരണം അതിൽ കളറും കൂടി ആഡ് ചെയ്തിട്ടുള്ള കഷായമാണ്. അതിൽ ആഡ് ചെയ്തതിൻ്റെ ശേഷം സ്റ്റവ് ഓഫാക്കിയിട്ട് നമ്മളിനി ഫ്രാഗ്രൻസാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഫ്രാഗ്രൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മോൾഡിലേക്ക് ഒഴിക്കണാട്ടി മുന്നേ ഞാനൊരു കപ്പിലേക്ക് അതൊന്ന് അരിച്ചെടുത്തിട്ടാണ് മോൾഡിലേക്ക് ഒഴിക്കുന്നത്. മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്കൊരു മെഷർമെൻറ്റ് അത് വാങ്ങാം കേട്ടോ. കാരണം മെഷർമെൻറ്റ് ഉള്ള ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കയ്യിലോ എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സോപ്പിന് അളവ് കിട്ടും. ഇല്ലെങ്കിൽ ഒരു സോപ്പ് 90 ഗ്രാം ഉണ്ടെങ്കിൽ ഒരു സോപ്പ് 115 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്കിത് ഏകദേശം അറിയാം. ആ സോപ്പ് മോൾഡിലേക്ക് എത്ര ഒഴിച്ചാൽ എത്ര ഗ്രാം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം കൊണ്ടാണ് ഞാൻ മെഷർമെൻറ്റ് ചെയ്യാതെ ഒഴിക്കണത്. ഏകദേശം 1 കിലോ സോപ്പ് ബേസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൽ ഏകദേശം 8 സോപ്പാണ് കിട്ടുക. കാരണം നമ്മൾ അതിൽ അത്രയാണ് വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 8 സോപ്പാണ് നമ്മൾക്ക് കിട്ടുക. ശരിക്കും ഒരു 10 സോപ്പ് കിട്ടേണ്ടതാണ്. പക്ഷേ നമ്മളതിൽ 1-2 സാധനങ്ങൾ കുറച്ചുകൊണ്ടാണ് സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയൊക്കെ സോപ്പ് ഉണ്ടാക്കാം എന്നുള്ള ഒരു റിസർച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ഐറ്റംസ് കുറച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത്തരം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇത്തരം സോപ്പ് ബേസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.